തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട എം.ആർ. അജിത് കുമാറിനെതിരെ സസ്പെൻഷൻ പോലുള്ള നടപടി ആവശ്യമില്ലെന്ന് ഡി.ജി.പി. മുൻ ഡി.ജി.പിയുടെ റിപ്പോർട്ടിൽ പുതിയ ശുപാർശ എഴുതി ചേർത്തു. ഗായത്രി ചേരുന്നു. സൂര്യ, എം.ആർ. അജിത് കുമാറിനെതിരെ സസ്പെൻഷൻ പോലുള്ള നടപടി ആവശ്യമില്ലെന്നാണ് ഡി.ജി.പി അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? എം.ആർ. അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ സമയങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. അത് വീണ്ടും ആവർത്തിക്കുകയാണെന്നുള്ളതാണ്. കടുത്ത ശുപാർശകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മുൻ DGP ആയിട്ടുള്ള ഷെയ്ഖ് ദർവേഷ് സാഹിബ് സർക്കാരിന് ADGP എം.ആർ. അജിത് കുമാറിനെതിരെയുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. തൃശൂർ പൂരം കലക്കലിനെതിരെയുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. തൃശൂർ പൂരം കലക്കലും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളിലുമൊക്കെ തന്നെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ എം.ആർ. അജിത് കുമാറിനെതിരെ ഉയർത്തിയാണ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നത്. പി വിജയനെതിരെ മൊഴി നൽകിയതിലടക്കം അത്തരത്തിൽ ഗുരുതര ആരോപണങ്ങൾ ഉണ്ട്. എം.ആർ. അജിത് കുമാറിന്റെ ഭാഗത്തെ തെറ്റുകൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് അത് സർക്കാർ തന്നെ പിന്നീട് മടക്കിയായിരുന്നു. സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ടാണ് സംസ്ഥാന സർക്കാർ മടക്കിയിട്ടുണ്ടായിരുന്നത്. അത് എം.ആർ. അജിത് കുമാറിനെതിരെയുള്ള റിപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ സർക്കാർ അത് മടക്കിയായിരുന്നു എന്നുള്ളതാണ് നിലവിൽ ഉയരുന്ന വിമർശനം. അതിനുശേഷം വരുന്ന പുതിയ DGP റവാഡ ചന്ദ്രശേഖർ എന്ത് തരത്തിലുള്ള റിപ്പോർട്ട് എം.ആർ. അജിത് കുമാറിനെതിരെ സർക്കാരിന് നൽകുമെന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും എം.ആർ. അജിത് കുമാറിനെ സംരക്ഷിച്ചു നിർത്തുന്ന അജിത് കുമാറിനെതിരെ കടുത്ത നടപടികളൊന്നും ഉണ്ടാകാത്ത തരത്തിലുള്ള റിപ്പോർട്ടാണ് പുതിയ DGP ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സസ്പെൻഷൻ പോലുള്ള നടപടി ആവശ്യമില്ല എന്നുള്ളതാണ് പുതിയ DGP നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. മുൻ DGPയുടെ റിപ്പോർട്ടിൽ പുതിയ ശുപാർശ എഴുതി ചേർത്തുകൊണ്ടാണ് സർക്കാരിന് കൈമാറിയിരിക്കുന്നത്. അജിത്തിനെ പോലീസിൽ നിന്ന് മാറ്റിയതിനാൽ കടുത്ത നടപടി വേണ്ട എന്നുള്ള ശുപാർശയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മുൻ DGPയുടെ റിപ്പോർട്ട് പുനഃപരിശോധിച്ചത് സർക്കാരിന്റെ ആവശ്യപ്രകാരമായിരുന്നു. താക്കീത് നൽകിയ അന്വേഷണം അവസാനിപ്പിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത്. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഈ ജില്ലയുടെ ചുമതലയുണ്ടായിരുന്ന മന്ത്രി K. രാജൻ വിളിച്ചിട്ട് നിരവധി തവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും ഫോൺ എടുത്തില്ല എം.ആർ. അജിത് കുമാർ എന്ന തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്തി മുൻ DGP നൽകിയ റിപ്പോർട്ടാണ് തള്ളുകയും അത് പിന്നീട് ഇപ്പോൾ പുനഃപരിശോധിക്കാൻ സർക്കാർ തീരുമാനിക്കുകയും പുതിയ DGP ആയിട്ടുള്ള റവാഡ ചന്ദ്രശേഖർ തന്റെ ശുപാർശ കൂടി ഉൾപ്പെടുത്തി അത് കടുത്ത നടപടികൾ അജിത് കുമാറിനെതിരെ എടുക്കണ്ട എന്നുള്ള ശുപാർശ ഉൾപ്പെടുത്തി സർക്കാരിന് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതേസമയം പി വിജയനെതിരെ മൊഴി നൽകിയതിലടക്കമുള്ള കാര്യങ്ങളിൽ ഉള്ള ശുപാർശകൾ അല്ലെങ്കിൽ അതിൽ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശരി. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് എം.ആർ. അജിത് കുമാറിനെതിരെ സസ്പെൻഷൻ പോലുള്ള നടപടി ആവശ്യമില്ലെന്ന് DGP. മുൻ DGPയുടെ റിപ്പോർട്ടിൽ പുതിയ ശുപാർശ എഴുതി ചേർത്തു. സൂര്യ ഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്.